ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഉച്ചയ്ക്ക് തുടങ്ങിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇന്നിവിടെ കുടുംബസമ്മേളനം നടക്കുകയാണ് കേട്ടോ. 3 മണിക്കാണ് കുടുംബസമ്മേളനം. നമ്മളൊരു 2 മണിയൊക്കെ ആയപ്പോൾ തുടങ്ങി കസേരയൊക്കെ നല്ല രീതിയിൽ അടക്കി പറക്കി ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 3 മണിയൊക്കെ ആകുമ്പോഴാണ് എല്ലാവരും വന്ന് തുടങ്ങാം. അനിയനെയും ചേച്ചീനെയും നേരത്തെ കൂട്ടിയിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട് കേട്ടോ. അവരുടെ പരിപാടി അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ദേ അനിയനെ നോക്കാൻ വേണ്ടിയിട്ട് ചേച്ചീനെ ഏർപ്പാടാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചി അനിയനെ നോക്കിക്കോളും. ഇവിടെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ റോഡാണ് കേട്ടോ. അപ്പോൾ വണ്ടികൾ പോണോണ്ട് ഇവർ നോക്കണം. പിന്നെ ഗേറ്റ് ഉള്ളതുകൊണ്ട് ഇവ പുറത്തേക്കൊന്നും പോവില്ല. അപ്പോഴേക്ക് ഇതേ നമ്മുടെ അമ്മാമ്മ റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മാമ്മ ഇവിടുത്തെ എല്ലാം സെറ്റാക്കി വെച്ചല്ലോ എന്നൊക്കെ പറയാണ്. പിന്നെ നമ്മുടെ ചായക്ക് പരിപാടികളൊക്കെ അമ്മ നോക്കാറുണ്ട് കേട്ടോ. അടുക്കളയിൽ ചായ ഉണ്ടാക്കി വെച്ച് ജസ്റ്റ് ചൂടാക്കി വെച്ചേക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ബിസ്ക്കറ്റും അതേപോലെ തന്നെ ബനാന പപ്സും ആണ് കേട്ടോ നമുക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ഞങ്ങൾ പാത്രത്തിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അങ്ങനെ എടുത്ത് കൊടുത്താൽ മതിയല്ലോ. പിന്നെ ഞാനിങ്ങനെ ഗ്ലാസ്സുകൾ പൊടിച്ചിട്ട് ഇതിൽ പ്ലേറ്റിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചായ ഒഴിച്ച് കൊടുക്കാമല്ലോ ചായ കൊടുക്കുന്ന ടൈമിൽ. അപ്പോൾ അങ്ങനെ ഞാൻ പ്ലേറ്റിലൊക്കെ ഗ്ലാസ്സൊക്കെ ആക്കി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സമയം 3 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ നേരത്തെ കുട്ടിയൊക്കെ വരും കേട്ടോ ആൾക്കാർ. അപ്പോൾ അവർ വന്നിരുന്ന് ഇങ്ങനെ വർത്താനമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 3:30 ആകുമ്പോഴാണ് ശരിക്കും കുടുംബസമ്മേളനം തുടങ്ങാട്ടോ. അപ്പോൾ എല്ലാവരും വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അച്ഛനും 2 സിസ്റ്റർമാരും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ എന്തെങ്കിലും ജന്മദിനമോ അതേപോലെ തന്നെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജന്മദിനം തന്നെ ബർത്ത്ഡേ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കുടുംബസമ്മേളനം നടക്കണ വീട്ടുകാർ ഇതൊക്കെ വാങ്ങിച്ചു വയ്ക്കും കേട്ടോ. എന്തെങ്കിലും ഒരു പേന പോലത്തെ ഗിഫ്റ്റ് അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചു വയ്ക്കും. അപ്പോൾ അത് അച്ഛൻ വന്നിട്ട് കൊടുക്കും കേട്ടോ. ഇത് നമ്മുടെ ഇവിടുത്തെ ഷെമ്മാശനാണ് കേട്ടോ. നമ്മുടെ കുടുംബസമ്മേളനം അങ്ങനെ കഴിയാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചായ ടൈം ആയിട്ടുണ്ട്. ചായ നമ്മൾ കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സിസ്റ്ററും അച്ഛനും കൂടിയിട്ട് ഫസ്റ്റ് കൊടുത്തിട്ട് ബാക്കി എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ കേട്ടോ. ബനാന പപ്സ് ആയിരുന്നു. അതിൻ്റെ സൈഡായിട്ട് ബിസ്ക്കറ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ കുടുംബസമ്മേളനം കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കുത്തി നിറച്ച് പോകുന്നത് എവിടേക്കല്ല, നമ്മൾ എവിടേക്കും ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വെച്ചിട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ ചാലക്കുടിക്ക് വിട്ടു കേട്ടോ. ചാലക്കുടിയിൽ നമ്മുടെ ഈ കലാഭവമണി പാർക്ക് ഉണ്ടല്ലോ അവിടേക്ക് വന്നു കേട്ടോ. ഈ ഒരു സമയത്ത് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല, കാരണം ഒന്നാമത്തെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടേക്ക് ഞാൻ വിചാരിച്ചു. ഇവിടെ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാർക്കാണ്. ഞാനിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് പോകുന്നു. പിന്നെ റിയേഷൻ്റെ ഫ്രണ്ട് ഫാമിലിയൊക്കെ ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരിട്ട് ഇങ്ങനെ വന്നത് നമ്മുടെ കലാഭവമണി പാർക്കാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ള പാർക്കാണ് കേട്ടോ. ഈ ഒരു സമയത്ത് കുറേ പേര് ഇവിടെ കളിക്കാനായിട്ട് വരും കേട്ടോ. പിള്ളേർ കുറേ പേരുണ്ട് കേട്ടോ. പിന്നെ ഓപ്പൺ ജിമ്മൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നടക്കാനായിട്ടും കളിക്കാനായിട്ടും ഷട്ടിൽ കളിക്കാനൊക്കെ ആയിട്ടും ആൾക്കാർ എവിടേക്ക് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനത് മുൻപേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മുകേഷേൻ്റെ കൂടെയൊക്കെ. അപ്പോൾ ഈ പ്രാവശ്യം എന്ത് ചെയ്യും, നമ്മൾ എല്ലാവരും കൂടിയിട്ട് വന്നേക്കാണ്. ഇവർ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത്, എവിടേക്കെങ്കിലും ഒന്ന് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പെട്ടെന്ന് വരാൻ പറ്റിയ ഒരു സ്ഥലം ഇതാണ് കേട്ടോ. അപ്പോൾ അപ്പച്ചനും അമ്മച്ചും പോയി അവിടെ പോയി വർത്താനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇവിടെ നിൽക്കുകയാണ്. പിന്നെ അപ്പൂസുട്ടൻ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ വന്ന ടൈമിൽ. അതാണ് എനിക്ക് തന്നെ അധികം പണി ഉണ്ടായിരുന്നില്ല, കാരണം എൻ്റെ മടിയിൽ അവൻ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ നേരമൊക്കെ നമ്മൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ എല്ലാവരും കൂടിയതിൻ്റെ ഒരു വർത്താനം പറച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ ഓപ്പൺ ജിമ്മിലൊക്കെ ഒന്ന് കയറി പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. അതാണ് കേട്ടോ ഈ ചെയ്യുന്നത്. വേണ്ടാത്ത പണിക്കൊക്കെ ഉണ്ട് ഞാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നല്ല പണി എനിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിത് ഇന്ന് ചെയ്യാത്തതുകൊണ്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വയ്യായൊക്കെ വരുമല്ലോ. അങ്ങനെ എനിക്ക് കുറച്ച് കാലിനൊക്കെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ ഇങ്ങനെ മാറി മാറി ചെയ്യാനായിട്ട്. കുറേ പേരൊക്കെ വന്ന് ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, നമ്മൾക്ക് ഇതൊക്കെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നല്ല പാടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് റിജേച്ചേട്ടൻ പറയുന്നുണ്ട് വേണ്ടാത്ത പണിക്ക് പോകണ്ട, കാരണം നമ്മളൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പണി കിട്ടും. അപ്പോൾ അങ്ങനെ എന്നാലും ഇതൊക്കെ കണ്ട സ്ഥിതിക്കൊന്നും ചെയ്തിട്ട് പോയില്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ കയറി ചെയ്യുന്നത് കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം അവിടെ നല്ലതുപോലെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ചേട്ടൻ്റെ ഇതിങ്ങനെ ചെയ്യാണ്ട് ഇപ്പോൾ എനിക്ക് അതിൽ കയറണമെന്ന് തോന്നി. അപ്പം ഞാൻ അതിൽ കയറിയിട്ട് ഇങ്ങനെ കാണിക്കായിരുന്നു കേട്ടോ. ആ ചേട്ടൻ നല്ല എക്സ്പീരിയൻസ് ആണ്, കാരണം മുമ്പേ കൂടി ചെയ്ത് പ്രാക്ടീസ് ഉണ്ട്. എനിക്കിത് പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ചെയ്തപ്പോഴേക്കും തന്നെ നിർത്തി. പിന്നെ ആളും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അടുത്ത ആൾ കയറി. അപ്പോൾ അങ്ങനെ ഇത് ചേച്ചി കയറി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഇങ്ങനെ കളിക്കായിരുന്നു. ഞങ്ങളും അധികം വൈകാണ്ട് തന്നെ അത് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് കാലിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് പോലെ, ചെയ്യാത്ത പണി ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ സംഭവം കൊള്ളാം കേട്ടോ. നമ്മുടെ അവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതെന്ന് വന്ന് ചെയ്യായിരുന്നു. പക്ഷേ ഇത് കുറച്ച് ലോങ് അല്ലേ, ഇവിടെ ഒക്കെ വന്ന്
പൊളിയാണ്. ഇവിടെ അടുത്തുള്ളവരൊക്കെ എന്ന് വന്നിട്ട് തോന്നുന്നു. പിന്നെ ഇത് അമ്മ കയറിയിരിക്കണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് ഇത് പറ്റുള്ളതെന്ന് പറഞ്ഞിട്ട് അമ്മയും ഇറങ്ങി പോന്നു. പിന്നെ നമ്മുടെ അപ്പുമോൻ ദേ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് കുട്ടി ഇതൊക്കെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയിട്ട് വീട്ടിൽ നിന്ന് ഉറങ്ങിയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നപ്പോഴല്ലേ എഴുന്നേറ്റത്. പിന്നെ അവൻ്റെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ ഇതുമ്മ കയറി ഇറങ്ങാൻ പരിപാടി. പക്ഷേ ഇവിടെ അടക്കടക്ക് പോലെ പിള്ളേരുകൾ ബാക്കിലുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ കുറേ നേരം ക്യൂ ഒക്കെ നിൽക്കണം, എന്നാൽ മാത്രമേ ഇത് നമുക്ക് അത് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അപ്പയ്ക്കാണെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു. മോളിൽ കയറിന്നിട്ട് അവിടെ നിൽക്കണം കേട്ടോ, ഇറങ്ങാണ്ടായിരുന്നില്ല. പിന്നെ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. അങ്ങനത്തെ ഒരു പരിപാടി നമ്മുടെ അപ്പുമോനുണ്ട്. അപ്പം അങ്ങനെ ഇങ്ങനെ കുറേ പേര് ബാക്കിലുള്ളതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ അതിൽ ഒഴുകാനായിട്ട് പറ്റില്ല കേട്ടോ. പിന്നെ അവൻ അടുത്തത് കണ്ടപ്പോൾ അവിടേക്ക് പോകണം ഇവിടേക്ക് പോകണം, അങ്ങനെ അപ്പനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കുന്നുണ്ടായിരുന്നു. സമയം ഏകദേശം ഒരു 6 മണി 6:30 ആ ഒരു ടൈമായിരുന്നു. നല്ല രസമല്ലേ കാണാൻ വേണ്ടി, നല്ല വൈബായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ. ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്ന ടൈം മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് തിരിച്ച് പോകേണ്ട വരുമെന്ന്, കാരണം വന്നിറങ്ങിയപ്പോൾ തന്നെ മഴയായിരുന്നു. പിന്നെ ആ മഴ മാറി കേട്ടോ. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഇന്നത്തെ പരിപാടി ഇവിടെയൊക്കെ തന്നെയാണ് ഗൈസ്. ഒരു നല്ലൊരു രസമുള്ളൊരു പാർക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം മുന്നിൽ ഇതുമ്മ കയറുമെന്ന് പറഞ്ഞിട്ട് ഇരുട്ടായാലും ഇവിടെ നല്ലോണം ആൾക്കാരുണ്ട് കേട്ടോ. ഇരുട്ടാകുമ്പോഴാണ് കൂടുതൽ ആൾക്കാർ നടക്കാനും ആയിട്ടൊക്കെ വരുന്നത് കേട്ടോ. ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ. മുകേഷ് ചേട്ടന് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ആണ് കേട്ടോ. അപ്പോൾ ആൾക്ക് ഡ്യൂട്ടിക്ക് പോകാനായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് ഒരു 6 മണി ആ ഒരു ടൈം 6:45 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് ഇങ്ങനെ ഒരു ഫ്രെയിം കണ്ടു കേട്ടോ. അപ്പോൾ എല്ലാവരും നിന്ന് ഫോട്ടോസ് എടുക്കണം നമ്മുടെ കുട്ടി പട്ടാളങ്ങൾ. അപ്പം അങ്ങനെ ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ദിവസം അടിപൊളിയായിട്ടോ. കാരണം ചെറിയൊരു ഇതാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഇപ്പോൾ നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.